മാലിന്യമാഫിയക്കെതിരെ ഇരുമ്പിളിയത്ത് ജനകീയ പ്രതിരോധം. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വ്യാപകമാകുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മേച്ചേരിപ്പറമ്പ്, മങ്കേരി, വട്ടപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ വാഹനങ്ങളിൽ മാലിന്യമെത്തിച്ച് കത്തിക്കുന്നതായും കക്കൂസ് മാലിന്യമടക്കം പൊതുസ്ഥലങ്ങളിൽ ഒഴുക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ലഹരി മാഫിയകൾക്ക് പുറമെ കരാറടിസ്ഥാനത്തിൽ മാലിന്യം ശേഖരിച്ച് കോടികൾ തട്ടുന്ന സംഘങ്ങളും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. വിഷവസ്തുക്കൾ പൊതുവിടങ്ങളിൽ തള്ളുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. 13, 14, 15 വാർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഉൾപ്പെടുന്ന 25 അംഗ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. കുറ്റക്കാർക്കെതിരെ പോലീസും പഞ്ചായത്തും ചേർന്ന് കർശന നടപടി സ്വീകരിക്കും. ഈ പ്രദേശങ്ങളിൽ വളാഞ്ചേരി പോലീസിന്റെ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് സബ് ഇൻസ്പെക്ടർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റജൂല നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഇന്റേണൽ വിജിലൻസ് ഓഫീസർ VK ഖാലിദ്, സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മൊയ്തു, വാർഡ് അംഗം T അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകരും യോഗത്തിൽ സംബന്ധിച്ചു. ഏറ്റവും സൗന്ദര്യമുള്ളതും ഒരു ടൂറിസം മേഖലയ്ക്ക് തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതുമായ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സംഘം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിയമ സംവിധാനങ്ങളെ പോലും നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് അത്തരം പ്രവർത്തനം നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരിക്കലും നമുക്ക് വെച്ച് പൊറുപ്പിക്കാനാവില്ല. വളരെ ശക്തമായിട്ട് അതിന് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇരുമ്പൻ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയായി നടത്തിക്കൊണ്ടുവരുന്ന ഹരിതകർമ്മ സേന വളരെ ഭംഗിയായിട്ട് നമ്മുടെ വാർഡിലെ എല്ലാ വീടുകളിലും മാസം തോറും എത്തി അവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഒരാളും ക്യാമ്പ് വെച്ചിട്ടില്ല. അത് കാരണം വണ്ടി പോണത് മാത്രം കാണുന്നുള്ളൂ. അതായത് പിടിക്കാൻ പറ്റിയ നമുക്കൊരു നമ്പർ പോലും കാണാത്ത രീതിയിലാണ് 2 വണ്ടികൾ അന്ന് കൊണ്ടുവരുന്നത്. അതിനുശേഷം പിന്നെ നമ്മള് ഇവിടുന്ന് ഓരോരുത്തർ വിളിച്ചു പറയലും നമ്മൾ അതിനു വേണ്ടി പെട്രോളിംഗ് നടത്തലും രാത്രി ഒരാളെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ആരും എന്ത് വിളിച്ചു പറഞ്ഞാലും പോലീസ് എപ്പോഴും റോഡിൽ ഉണ്ടാവാറുണ്ട്, അത് പിടിക്കാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പ് നൈറ്റ് പെട്രോളിങ്ങിൻ്റെ ഇടയിൽ ഒന്നിയം പാലത്തിൻ്റെ അവിടെ വേസ്റ്റ് മറ്റേ ഹൈവേയിൽ നിന്നിട്ട് ആർത്തിക്ക് നടന്നു പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഈ വണ്ടി എടുത്ത് പോലാണ്. അതായത് കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത്. സംസ്ഥാന സർക്കാരിന്റെ K-ഫോൺ, രാജ്യത്തിന്റെ സ്വന്തം BSNL, റെയിൽവേയുടെ റെയിൽവയർ, കൂടാതെ ഏഷ്യനെറ്റ്, എക്സ്ട്രനെറ്റ്, അലയൻസ്, കേരള വിഷൻ, വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേയൊരു സ്ഥാപനം യാനെറ്റ് സൊല്യൂഷൻസ്. ഞങ്ങളുടെ പ്രത്യേകതകൾ: നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം, സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം, ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ, കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ, കൃത്യതയോടെയുള്ള സേവനം, കൂടാതെ TV ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ. യാനെറ്റ് സൊല്യൂഷൻസ്, റിയലി എ സൊല്യൂഷൻ ഫോർ യു. കോൺടാക്ട് ചെയ്യൂ 9847789444 or 9961789111.